Debate with Dr. Arun Kumar. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു വാണ്ടഡ് ക്രിമിനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി വരും. അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മാത്രം വിധിയാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുള്ള കെ മുരളീധരന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ പുകഞ്ഞ കുള്ളിയോട് സ്നേഹമുള്ളവരുടെ വിധി കൂടിയായി മാറും. ജനസേവനത്തിനായി നിയോഗമേൽപ്പിച്ച പാർട്ടിയെ പറ്റിച്ച് മതില് ചാടാൻ പോയ MLA വീണ്ടും കാത്തുരക്ഷിക്കുന്നതാര്? എല്ലാ ഡിജിറ്റൽ തെളിവുകളും രാഹുലിനെതിരാണ്. 7ാം നാളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണ്. പുകഞ്ഞുകൊള്ളി പുറത്തുനിന്ന് കെ മുരളീധരൻ ആഞ്ഞടിച്ചതോടെ രാഹുൽ പാർട്ടിക്ക് പുറത്തേക്കെന്ന തോന്നലിന് കനം കൂടി ഇന്ന് വാർത്താ പ്രഭാതത്തിൽ. ഒരിടവേളയ്ക്കു ശേഷം വനിതാ നേതാക്കളും യുവ നേതാക്കളും രാഹുലിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തിറങ്ങി. രാഹുലിന്റെ സൈബർ പടയെ ഭയക്കാതെ തന്നെ രാഹുൽ കേന്ദ്രത്തിലും ബാധ്യതയാകുമെന്ന് മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ KPCCയെ ചുമതലപ്പെടുത്തിയ ഹൈക്കമാൻഡ്. എന്നാൽ ഇതിനകം തന്നെ ബാധ്യതയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ കൈയൊഴിയില്ലെന്ന സൂചന നൽകി KPCC. പുകഞ്ഞിട്ടും പുറത്താകാത്തത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. രാഹുലിനെ ആർക്കാണ് പേടി? വനിതാ നേതാക്കളുടെ വാക്കിനും മാനത്തിനും വിലയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCC നേതൃത്വത്തിന്റെ കയ്യിലും ഇപ്പോൾ SITയുടെ കയ്യിലുമുള്ള തെളിവുകൾ ശക്തമല്ലേ? റിയൽ നേതാക്കൾക്ക് ഇതോടുകൂടി പിടിവീഴുമോ? ഷാഫി രാഹുൽ ബ്രിഗേഡ് കോൺഗ്രസിനൊരു ബാധ്യതയാണോ? ഹൈക്കമാൻഡ് ലോ കമാൻഡായോ? രാഹുകാലമോ കോൺഗ്രസിന് എന്നാണ് ചോദ്യം. ഇന്ന് ചർച്ചയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധികളില്ല. ഈ വാർത്തയിലും ഈ ജാമ്യാപേക്ഷയിലും കൂടുതലായി ഡെവലപ്മെന്റുകൾ സംഭവിക്കാത്തതുകൊണ്ടും പാർട്ടി നിലപാട് വ്യക്തമാക്കിയതുകൊണ്ടും ഔദ്യോഗിക പ്രതിനിധികളെ ഇന്ന് ഒരു ചാനലിലും ചർച്ചയ്ക്ക് അയക്കുന്നില്ല എന്ന് കോൺഗ്രസ് നിലപാടെടുത്തിട്ടുണ്ട്. JC തോമസ് CPM പ്രതിനിധി, വലത് നിരീക്ഷകനായ കോൺഗ്രസ് അനുകൂല നിരീക്ഷകനായ N ശ്രീകുമാർ, KM ആന്റണി റിട്ടയർഡ് SP, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ നിയമവിദഗ്ധൻ, MA ഷഹനാസ് എഴുത്തുകാരിയും KPCC സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നത്. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറിലേക്കൊന്ന് പോയി വരാം. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ, പരാതിയും മൊഴിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇതനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൻ്റെ വകുപ്പുകൾ താങ്കൾക്കും ഓർമ്മയുണ്ടാവും. 3 പ്രധാനപ്പെട്ട റേപ്പ് കേസുമായി ബന്ധപ്പെട്ട വകുപ്പുകളുണ്ട്. BNS 64(2)F, BNS 64(2)H, BNS 64(2). ഇതുകൂടാതെ BNS 89 പ്രകാരം നിർബന്ധിത ഗർഭഛിദ്രം നടത്തി. അപ്പോൾ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ കൂടി പ്രോസിക്യൂഷൻ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനെ ഇന്ന് പ്രതിയുടെ അഭിഭാഷകൻ പ്രതിരോധിച്ചത് ഇതൊരു രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് എന്നാണ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഒരു മിനി ട്രയലിന് സമാനമായ രീതിയിൽ വിചാരണ നടക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യം ഞാൻ അങ്ങയോട് പങ്കിടുകയാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാ ഭാഗവും കേട്ട ശേഷം തീരുമാനമെടുക്കാനായിരിക്കില്ലേ നാളത്തേക്ക് ഈ കേസ് മാറ്റിവെച്ചത്? അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ. നാച്ചുറലി അതാണല്ലോ, കോടതിക്ക് ഏതൊക്കെ ഏരിയയിൽ ഡൗട്ട്സ് ഉണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യത പ്രോസിക്യൂഷനുണ്ട്. അതേപോലെ തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ഒഫൻസസ് മേക്ക് ഔട്ട് ചെയ്യുന്നില്ല എന്ന് വരുത്താൻ, അല്ലെങ്കിൽ അത് വന്നിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കാനുള്ള എല്ലാ റൈറ്റ്സും അക്യൂസ്ഡിനുണ്ട്. ഇത് രണ്ടും തമ്മിൽ ടാലി എങ്ങനെയാവുന്നത് അത് നോക്കുമ്പോഴത്തേക്കും കോടതിക്ക് തോന്നുകയാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാവുന്ന കേസാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതി നാച്ചുറലി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാൻറ്റ് ചെയ്യും. സെക്കൻഡ്ലി അത് ഫീൽ ചെയ്യുകയാണ്. ഇത് രണ്ടും കൂടി നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ആവശ്യമുള്ള കേസാണ്. ഇതാണല്ലോ ക്രൈറ്റീരിയ. ഒഫൻസ് മേക്ക് ഔട്ട് ചെയ്തു എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ കസ്റ്റഡിയിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ ആ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തൽക്കാലത്തേക്ക് കൊടുക്കണ്ട എന്നുള്ള ഡിസ്ക്രിഷൻ യൂസ് ചെയ്യാതിരിക്കുകയാണ് കോടതി ചെയ്യുക. ഇത് രണ്ടും നോക്കുമ്പോഴത്തേക്കും രണ്ട് രീതികളിലും, ഒന്ന് ഒഫൻസ് നിന്നിട്ടില്ല എന്ന് തന്നെ ഇവർ പറയുമ്പോൾ പോലും ആ ഒരു രീതിയിലേക്ക് കോടതി ഇപ്പോൾ നോക്കിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം ഒഫൻസ് അലിഗേഷൻസ് ഉണ്ട്, പ്രിമാ ഫേസി അലിഗേഷൻസ് ഫൈൻഡ് ചെയ്യാവുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കോടതി കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ നാളത്തേക്ക് വച്ചപ്പോൾ പിന്നെ ഇമ്മീനൻ്റ് അറസ്റ്റ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവില്ല എന്ന് കണ്ടുകൊണ്ട് തൽക്കാലം ഇൻട്രീം ഡയറക്ഷൻസ്, പലപ്പോഴും സെഷൻസ് കോടതികൾ ഇൻട്രീം ഡയറക്ഷൻസ് കൊടുക്കാൻ ഹൈക്കോടതിയെ പോലെ അത്രയൊരു
ലിബറൽ ആവാനുള്ള സാധ്യതകളും കുറവാണ്. കാരണം പവേഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം ഇപ്പോഴും ഡിസ്പ്യൂട്ടിലാണ്. ഇയാൾ ഒരു അതോറിറ്റിയിലുള്ള ഒരാളാണ്. നേരത്തെ നമ്മൾ 64(2)F കാര്യം പറഞ്ഞ പോലെ അയാൾ ഒരു MLA ആയി തുടരുന്നയാളാണ്, സ്വാധീനശേഷിയുള്ളയാളാണ്. ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം രഞ്ജിത്ത്, ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ ഇതിനകം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിച്ച് സൈബർ ഇടങ്ങളിൽ അതിജീവിതയെ അധിക്ഷേപിച്ചയാളാണ്. അപ്പോൾ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സൈബർ കൂട്ടങ്ങളുള്ള, സ്വാധീനശേഷിയുള്ള, അധികാരസ്ഥാനത്ത് തുടരുന്ന അതിജീവിതയെ ഒരുപക്ഷെ വേണ്ടി വന്നാൽ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള മൊഴികൾ, ഈ ശബ്ദരേഖകൾ കൂടി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യമുള്ള, തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുള്ള, അങ്ങനെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിരാകരിക്കുന്നതിന് 100 കാരണങ്ങൾ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയണം? അതൊക്കെ കോടതി നോക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഈശ്വറിൻ്റെ, എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഈശ്വറിൻ്റെ കൺട്രോൾ രാഹുൽ ഈശ്വറിന് പോലും ഉണ്ടെന്നുള്ളത് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതർവൈസ് കുറച്ച് ഒരു അനാവശ്യമായിരുന്നു പല രീതികളിലുള്ള സംഭാഷണം. രാഹുലിന് ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വറിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഇത്രയും വെഹമെൻസ് ഒന്നും കാണിക്കേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അല്ലെങ്കിൽ ഈ കേസിലെ അക്യൂസിൻ്റെ കേസ്, ഐ ഡു നോട്ട് വോണ്ട് ടു റീഡ് ദി അക്യൂസ്ഡ് ഓൾസോ, അദ്ദേഹത്തിൻ്റെ കേസ് അദ്ദേഹം നോക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് പോകേണ്ട കേസ് ഇതിലുണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത് അതോറിറ്റിയിലുള്ള സമയത്താണോ ഇത് നടന്നേ എന്നുള്ളതും കോടതി നോക്കേണ്ടി വരും. ഏത് സമയത്താണ് ഇഷ്യൂ ഡെവലപ്പ് ചെയ്ത്, ഏത് സമയത്താണ് കൺസെൻറ്റ് കൊടുത്തത്, ഏത് സമയത്താണ് കൺസെൻറ്റ് ഇല്ലാതെ ആയത്, ഇതെല്ലാം കോടതി നോക്കേണ്ടി വരും. ആ സമയത്ത് അദ്ദേഹം അതോറിറ്റിയിൽ ഉണ്ടായിരുന്നു, അതോറിറ്റി പവർ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം കോടതി കാണുന്ന ഒരു വസ്തുത. ആ ഡേറ്റ്സ് എല്ലാം വളരെ റെലവൻ്റ് ആയിട്ട് വരും. ഏത് സമയത്താണ് കംപ്ലൈൻറ്റ് വന്നത്, ആ കംപ്ലൈൻറ്റ് സബ്സിക്വൻ്റ്ലി ഡിലേ വന്നിട്ടുണ്ടോ, ഇതെല്ലാം കോടതി നോക്കും. ഒരു സാധ്യത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർട്ട് ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഐദർ വേസ് അനുവദിക്കാനാണെങ്കിലും പ്രതികൂലമായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും കോർട്ട് ഷുഡ് നോട്ട് ബി കൺസേൺഡ് അബൌട്ട് ദി പബ്ലിക് ഒപ്പീനിയൻ. രണ്ട് രീതിയിലാണെങ്കിലും ആ കോടതി അതിൻ്റെ മെറിറ്റിൽ മാത്രം കൺസിഡർ ചെയ്തിട്ട് വരേണ്ട ഒരു കേസാണ്. ആപ്ലിക്കേഷൻ അനുവദിക്കുകയാണെങ്കിലും ഡിസ്മിസ് ചെയ്യുകയാണെങ്കിലും. ഞാൻ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ കേസിൽ വിക്ടിം അത് ഒപ്പോസ് ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും കേട്ടുമില്ല. വിക്ടിം അത് ഒപ്പോസ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. എന്നാലാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, പ്രോസിക്യൂഷൻ അത് നന്നായിട്ട് ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ജീന കുമാരി എന്ന് പറയുന്ന ഒരു ലോയറാണ്. ഷീസ് എ ഫാന്റാസ്റ്റിക് പ്രോസിക്യൂട്ടർ. ഐ ഹാവ് കണ്ടസ്റ്റഡ് കേസസ് അഗൻസ്റ്റ് ഹർ. അവർ നല്ലൊരു വക്കീലാണ്. അപ്പോൾ ഇവർക്കും വിക്ടിമിനും കൂടി അത് ഒപ്പോസ് ചെയ്യാനുള്ളൊരു സാധ്യതകളുണ്ടായിരുന്നു. അവരെ കേൾക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഡേറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് അത് ഒപ്പോസ് ചെയ്യണം എന്നുള്ളതൊരു പ്രോസിക്യൂഷൻ വായിച്ചു കേൾപ്പിച്ചു. ഈ രഹസ്യമൊഴി എന്ന് പറയുന്നത് നമ്മളതൊരു ഭയങ്കര സെൻസേഷൻ. എല്ലാ കേസുകളിലും ഇതുപോലത്തെ ഇൻഡിവിജ്വൽസിൻ്റെ പ്രൈവസിയിലേക്ക് ഹനിക്കുന്ന ഇതേപോലത്തെ ഒഫൻസസ് ഈ രാഹുൽ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന, രാഹുൽ ഈശ്വർ കമ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്ത ഒഫൻസ് ആണല്ലോ. അതേപോലത്തെ ഒഫൻസസ് കാറ്റഗറൈസ് ചെയ്തേക്കുന്ന എല്ലാ ഒഫൻസസിലും കൊടുക്കുന്നത് നമ്മൾ FIR ആണെങ്കിലും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം കൊടുക്കുന്നത് കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ രഹസ്യമൊഴി അത് ഭയങ്കര ടെക്നിക്കലാണ് യൂസ് ചെയ്യുന്നത്. മൊഴി എന്ന് തന്നെ നമുക്ക് പറയാം. അതിലൊരു സെൻസേഷണലൈസ് ചെയ്യേണ്ട അതിനെ. അത് ഡോക്യുമെൻ്റ് നോക്കുകയാണ്. ആ FIS വായിക്കുമ്പോൾ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, റെക്കോർഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുമ്പോൾ ഒഫൻസ് മേക്ക് ഔട്ട് ചെയ്യുമോ എന്നുള്ളത് കോടതി കാണേണ്ട ഒരു കാര്യമാണ്. ഇതിലുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അക്യൂസ്ഡിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ അക്യൂസ്ഡിൻ്റെ വെൽവിഷേഴ്സ്, അതല്ലെങ്കിൽ അക്യൂസ്ഡിനെ താല്പര്യമില്ലാത്ത ഏത് രീതിയിലാണ് വന്നതെന്നുള്ളത് അൾട്ടിമേറ്റ്ലി അക്യൂസ്ഡ് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇതിൽ കണ്ടമാനം ഒരു അറ്റാക്ക് പല സ്ഥലത്തുനിന്ന്, പ്രൈവസി ഹനിക്കുന്ന രീതിയിലേക്കുള്ള അറ്റാക്ക് പല ഭാഗത്തുനിന്നുണ്ടായിരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരിക്കലും രാഹുൽ ഈശ്വറിൻ്റെ കേസിലല്ല. രാഹുൽ വാസ് ഓൺ ഹിസ് ഓൺ. ഐ ഡു നോട്ട് നോ അദ്ദേഹം എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, രാഹുൽ ഈശ്വർ. പക്ഷേ അക്യൂസ്ഡിൻ്റെ ഈ കേസിൽ, അക്യൂസ്ഡിൻ്റെ ഈ സെക്ഷൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന അക്യൂസ്ഡിൻ്റെ കേസിൽ പലപ്പോഴും അദ്ദേഹം ഒരു PR ബിൽഡ് ചെയ്യാനുള്ളൊരു ശ്രമം ഈ കേസിലുണ്ടായിട്ടുണ്ട്. ഒരിക്കലും അത് ഗുണകരമായിട്ട് വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പല സംഭവങ്ങളിലും അദ്ദേഹത്തിൻ്റെ രീതികൾ ഏത് രീതിയിലാണ് അദ്ദേഹം ഇതിനെ നോക്കിക്കണ്ടത് അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ സബ്സിക്വൻറ്റ് കണ്ടക്റ്റുകളല്ല. ഈ കേസിലെ അക്യൂസ്ഡ് ആണ് ഇന്ന്, അദ്ദേഹം അക്യൂസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് വന്നിരുന്ന്
അദ്ദേഹം പല ചർച്ചകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അദ്ദേഹം ആദ്യം പറയുന്നത് ഇവരെല്ലാവരും രാജിവെച്ച് പോകണം, അവരെ കസ്റ്റഡിയിൽ എടുക്കണം, ആ കസ്റ്റഡിയിൽ വന്നതിന് ശേഷം ഇവർ ഫൈറ്റ് ചെയ്യട്ടെ എന്നെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് പലപ്പോഴും ഒരു സന്തുലിതമായിട്ട് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം കേസ് വന്നപ്പോൾ പോലും ആ ഒരു ഭാഗം ചിലപ്പോൾ കോടതി അക്യൂസിന് അനുകൂലമായിട്ട് കൺസിഡർ ചെയ്യാനുള്ള സാധ്യതകളില്ല. അങ്ങനെ വരുമ്പോൾ ഈ വിറ്റ്നസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ, അത് ട്രയലിനെ ദോഷകരമായി ബാധിക്കുമോ, അത് ഇപ്പോൾ ട്രയലിൻ്റെ ഇഷ്യൂ വരുന്നില്ല, ഇൻവെസ്റ്റിഗേഷനെ ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളതെല്ലാം കോടതി കൺസിഡർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അതെത്രത്തോളം കോടതിയെ കൺവിൻസ് ചെയ്യാൻ അക്യൂസ്ഡിൻ്റെ അഭിഭാഷകന് പറ്റിയിട്ടുണ്ടെന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരും. ആ ഭാഗത്താണ് വിക്ടിമിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പ്രോസിക്യൂട്ടർ പലപ്പോഴും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മാത്രമേ ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടിട്ടാണ് ആ ഡിലേ വന്നത് എന്നുള്ളതെല്ലാം വിക്ടിമിൻ്റെ ഭാഗത്തു നിന്നും കൂടി കോടതി പ്രോസിക്യൂഷൻ പറഞ്ഞതിൽ നിന്നും പറയാത്തതിൽ നിന്നും കൂടി കൺസിഡർ ചെയ്യേണ്ട സാഹചര്യം ഈ കേസിലുണ്ടാവും. ശരി, എൻ ശ്രീകുമാർ കോൺഗ്രസ് അനുകൂല നിരീക്ഷകനാണ്. ശ്രീകുമാർ, ഇന്നിപ്പോൾ KPCC പ്രസിഡന്റിൻ്റെ പത്രസമ്മേളനം എല്ലാവരും ഉദ്യോഗത്തോടെയാണ് കേട്ടിരുന്നത്. കാരണം KS മുരളീധരൻ വന്നു വളരെ ശക്തമായ ഭാഷയിലാണ് ആഞ്ഞടിച്ചത്. പുകഞ്ഞുകൊള്ളി പുറത്ത്, ജനസേവനത്തിന് നിയോഗിച്ച MLA അത് മതിൽ ചാടാൻ വേണ്ടിയുള്ള അധികാരമാക്കി മാറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. പുകഞ്ഞുകൊള്ളി പുറത്തുനിന്ന് മാത്രമല്ല, പുകഞ്ഞുകൊള്ളിയോട് സ്നേഹമുള്ളവരും പുറത്താണ് എന്ന സൂചനയാണ് K മുരളീധരൻ നൽകിയത്. തുടർന്ന് വനിതാ നേതാക്കൾ ഒന്നടങ്കം വന്നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ AICC പൂർണ്ണമായിട്ടുള്ള ചുമതല KPCCക്ക് കൊടുത്തിരിക്കുന്നു ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. പക്ഷേ അപ്പോഴും ഈ VM സുധീരൻ പറയുന്നത് പോലെ ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള കോടതിയുടെ ഉത്തരവിനെ കാക്കുകയാണോ കോൺഗ്രസ്? അത് കോൺഗ്രസിന് കൂടുതൽ ക്ഷീണം ചെയ്യില്ലേ? 1 മണിക്കൂർ മുൻപെങ്കിൽ 1 മണിക്കൂർ മുമ്പ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്ന് കോൺഗ്രസിന് പിടിവിടാമല്ലോ. പക്ഷേ എന്തുകൊണ്ടായിരിക്കും KPCC ഇത് ചെയ്യാത്തത്? ഉടൻ നടപടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് KPCC എത്തിയത് എന്തുകൊണ്ടായിരിക്കും ശ്രീകുമാർ? നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ചാനലുകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉടൻ നടപടി വരും എന്നുള്ളതാണ്. അതാര് പറഞ്ഞു എന്നുള്ള വ്യക്തമല്ല. അതിനുശേഷം പിന്നെ വന്നു AICCയെ ധിക്കരിച്ചുകൊണ്ട് KPCC നടപടി എടുക്കാതിരിക്കുന്നു. ഇതൊക്കെ അവാസ്തവങ്ങളായിരുന്നു. അതിനുശേഷം KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ആലോചിച്ച് തീരുമാനിക്കുക വെച്ചാൽ അർത്ഥം ഒരു പാർട്ടിക്ക് പല കാര്യങ്ങളും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട്, നിയമപരമായിട്ട്, സംഘടനാപരമായിട്ട്, അതുപോലെ പൊതുജന സമക്ഷം അവതരിപ്പിക്കേണ്ട ചില നിലപാടുകളെക്കുറിച്ച്, മുൻകാല മറ്റു പാർട്ടികളുടെ ചെയ്തികളെക്കുറിച്ച് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ആലോചിച്ച തീരുമാനം എന്ന് പറഞ്ഞത്. അത് നാളത്തെ കോടതി വിധിയായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് KPCC പ്രസിഡന്റ് മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല. ബന്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നൊരു പാർട്ടി പറഞ്ഞാൽ അത് പാർട്ടി നിലപാട് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇന്ന് ഈ പ്രതികരണം നടത്തിയവരൊന്നും സാധാരണഗതിയിൽ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതല്ല. നമ്മൾ മാധ്യമപ്രവർത്തകർ, നമ്മളെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നല്ലോ. അപ്പോൾ മാധ്യമപ്രവർത്തകർ, ചാനൽ പ്രവർത്തകർ, പ്രത്യേകിച്ച് ചാനൽ പ്രവർത്തകർ ഈ നേതാക്കളെയെല്ലാം കണ്ട് അവരുടെ അഭിപ്രായം ചോദിച്ചറിയുകയായിരുന്നു. അല്ലാണ്ട് ആരും പ്രസ് ക്ലബ്ബിൽ പോയി പത്രസമ്മേളനം വിളിച്ച്, പത്രക്കാരെ വിളിച്ച്, ചാനലുകാരെ വിളിച്ചു പറഞ്ഞതല്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരോട് ചോദിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറയൽ കോൺഗ്രസ്സിൽ എന്നും ഉള്ളതാണ്. ആ അഭിപ്രായം അല്ല സത്യത്തിൽ KPCC തീരുമാനമായിട്ട് വരിക. KPCC തീരുമാനം എന്ന് പറയുന്നത് പാർട്ടിയുടെ നേതാക്കൾ എടുക്കുന്ന തീരുമാനമാണ്. അത് ആദ്യത്തെ തീരുമാനം എന്താണ്? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. രണ്ടാമത്തെ തീരുമാനം എന്താണ്? അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതിന് മുമ്പെടുത്തൊരു തീരുമാനം എന്താണ്? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. ഈ 3 കാര്യങ്ങൾക്ക് ശേഷവും ഇന്ന് പാർട്ടിയുടെ എല്ലാ നേതാക്കളും പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങൾ നിലനിൽക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു കോർ കമ്മിറ്റിയുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്, KPCC ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. ഇതിലെ മുതിർന്ന നേതാക്കളുണ്ട്, AK ആൻ്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ കേരളത്തിലുണ്ട്. ഇവരുമായിട്ടൊക്കെ ആലോചിച്ച ശേഷമാണ് പാർട്ടി തീരുമാനം പറയുക. അതാണ് ആലോചിച്ച് തീരുമാനിക്കുക എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു വിധി കാത്തിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇങ്ങനെ കൃത്യമായ ചർച്ച നടക്കുന്നതിനോട് അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻകാല നിലപാടുകളും ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളൊക്കെ ഇങ്ങനെ ചർച്ചയായിട്ട് വരുന്ന നല്ല കാര്യങ്ങളാണ്. ഈ ഒരു വിഷയത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് നോക്കൂ, പ്രധാനപ്പെട്ട 4 വാർത്തകളാണ് സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത്.
ഒന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ എപ്പോഴും ചർച്ചകളിലും അതുപോലെ പൊതുയോഗങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. CPM-ൽ എന്തെങ്കിലും ലൈംഗിക പീഡനം വന്നാൽ അവിടെ തീവ്രത ഇളക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്ന് പറയാറുണ്ട്. അതിന്ന് പാർട്ടിയുടെ ഒരു മഹിളാ നേതാവ് ശരിവെച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിതീവ്ര നിലപാടും അതുപോലെ പ്രവർത്തനവും അതുപോലെ മുകേഷിൻ്റെ തീവ്രത കുറഞ്ഞതുമാണെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം അത് CPM-ൻ്റെ തീരുമാനമാണ്. CPM-ൻ്റെ തീരുമാനം അവരുടെ മഹിളാ വിഭാഗങ്ങളിലേക്കും മറ്റ് പോഷക സംഘടനകളിലേക്കും വർഗ ബഹുജന സംഘടനകൾക്കും അവർ പകർന്നു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണം കവർ ചെയ്ത കേസാണ്. ആ സ്വർണ്ണ കേസിൽ നിന്ന് കോടതി 30 ദിവസത്തെ കൂടുതൽ അന്വേഷണത്തിന് സമയം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കാൻ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ CPM നേതാവിൻ്റെ ജാമ്യാപേക്ഷയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. വേറൊരു CPM നേതാവ് ജയിലിൽ കിടക്കുന്നു. അപ്പോൾ ഇത് ഒരു ചർച്ചയാകുന്ന വിഷയമാണ് ഇന്നത്തെ. അതുകൂടാതെ PM ശ്രീ വിഷയത്തിൽ വളരെ ഗുരുതരമായ ഒരു കാര്യം പാർലമെൻറ്റിൽ, ഗുരുതരമായ വെച്ചാൽ ഉത്കണ്ഠാജനകമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, ഗുരുതരമല്ല, ഉത്കണ്ഠാജനകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാർലമെൻറ്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് PM ശ്രീ പദ്ധതി ഒപ്പിടുന്നത്, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരിക്കുന്ന കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്നതിന് ഒരു പാലമായി പ്രവർത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള, ഞാൻ കോട്ട് ചെയ്തതാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഏറ്റവും അടുപ്പമുള്ള MP ജോൺ ബ്രിട്ടാസ് ആണ്. ധർമ്മേന്ദ്ര പ്രധാൻ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറഞ്ഞതാണ്. ജോൺ ബ്രിട്ടാസ് ഒരു പാലമായി പ്രവർത്തിച്ചു. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതിലെ ഈ വിഷയങ്ങൾ ഒപ്പിടിക്കുന്നതിലെ ഒരു CPM നേതാവ് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ്. പൂർണ്ണമായും യോജിക്കുന്നത് ഈ 3 വിഷയങ്ങളിലെങ്കിലും ഇന്നത്തെ വാർത്താ സായാഹ്നത്തിൽ CPM-നെ പ്രതിസന്ധിയിൽ നിർത്താമായിരുന്നു, രാഹുലിനെ ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ എന്നതല്ലേ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്താക്കാതെ നിൽക്കുന്നു, നേതാക്കൾക്ക് മറ്റൊരു അഭിപ്രായം, രാഹുലിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്ന മട്ടിലാണ് ചർച്ച പോകുന്നത്. ഇന്നത്തെ വൈകുന്നേരം യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നെങ്കിൽ ജോൺ ബ്രിട്ടാസിന്റെ ഈ PMC പദ്ധതിയിലെ ഉത്തരവാദിത്വം, റോൾ എന്തായിരുന്നു എന്നതായിരുന്നു. അല്ല, അത് ചർച്ച ചെയ്താലും കുഴപ്പമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്താൽ മതി. കാരണം ഇതുപോലത്തെ സമാനമായ കേസ് കോടിയേരി ബാലകൃഷ്ണ സെക്രട്ടറി സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത് KPCCയുടെ തീരുമാനം. ഇന്ന് രാവിലെ KPCC പറഞ്ഞിട്ടില്ല ഇന്ന് എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. മാധ്യമപ്രവർത്തകർ അവരുടെ നിഗമനമാണ് ഇപ്പോഴുണ്ടാകും, ഉടൻ പ്രഖ്യാപിക്കുന്നുള്ളത്. ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, അല്ല ഒറ്റ വാചകം. അതായത് ഇന്ന് ശ്രീ KC വേണുഗോപാൽ അതെ, ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം ഉണ്ടായിട്ടില്ല. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം വന്നത് ഈ വാർത്തകളൊക്കെ കഴിഞ്ഞ ശേഷം, KPCC പ്രസിഡന്റ് പത്രസമ്മേളനം കഴിഞ്ഞ ശേഷം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് എന്താണ്? KPCCക്ക് തീരുമാനിക്കാം. അപ്പോൾ IACC നിർദ്ദേശത്തെ KPCC അവിടെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. അത് നമ്മളിവിടെ പ്രത്യേകം ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. ഓക്കെ. MA ഷഹനാസ് എഴുത്തുകാരിയും KPCC സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അല്പസമയം മുമ്പ് ഷഹനാസ് പ്രതികരിച്ചിരുന്നു, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഷഹനാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യം, ഈ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രാഹുലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരരുത് എന്ന് ഷാഫി പറമ്പിലിന് ഒരു വാണിംഗ് കൊടുത്തിരുന്നുവെന്നാണ്. എന്താണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഷാഫി പറമ്പിലിന് കൊടുക്കാനുള്ള കാര്യം ഷഹനാസ്? ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഇരയായിട്ടൊന്നും നിങ്ങൾ കാണരുത്. കാരണം ഞാനത് ഒട്ടും എന്താ പറയുക, അത് ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് ഒരു മോശമായ രീതിയിലൊരു മെസ്സേജ് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. സമാന രീതിയിലുള്ള അനുഭവങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായ സ്ത്രീകൾക്ക് ഉണ്ടായതുകൊണ്ടും, യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല മഹിളാ കോൺഗ്രസിൻ്റെ അടക്കം സീനിയറായിട്ടുള്ള അമ്മമാരുടെ പ്രായമുള്ള സ്ത്രീകൾക്കടക്കം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രീ ഷാഫി പറമ്പിൽ MLA ആയിരുന്ന അന്നത്തെ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടം വരുന്നു, അത് ശ്രീ ഷാഫി പറമ്പിലിൻ്റെ ഒരേ ഒരു ശ്രമത്താലാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ അതിന് ശ്രമിച്ചത്. ഞാനൊരു എഴുത്തുകാരിയാണ്. ഒരു സ്ത്രീപക്ഷം എല്ലാ കാലത്തും രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഒരു സ്ത്രീക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അവരുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ, മഹാത്മാഗാന്ധിയുടെയൊക്കെ പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരുപാട് സ്ത്രീകൾ വന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ചിലപ്പോൾ സ്ത്രീകളെ ആക്റ്റീവ് ആവുന്നതിന് ഒരുപാട് മുമ്പ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത്
സ്ത്രീകൾ കുറവാണ് എന്നും സ്ത്രീകൾ ഒരുപാട് വരണമെന്നും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഷഹനാസ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്ക് ഒരു മോശം മെസ്സേജ് അയച്ചു. അതായത് ഇത് ഷഹനാസ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾ പറഞ്ഞുള്ള അറിവ് മാത്രമല്ല, ഷഹനാസിനും സ്വന്തം ജീവിതത്തിൽ ഇയാളുടെ ഭാഗത്തു നിന്നൊരു തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ ഷഹനാസിന് സാധിച്ചു. അപ്പോഴാണോ കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യമായത് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നയാളാണ് എന്ന് ഷഹനാസ്? അല്ല, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ഒരു 2-3 പ്രാവശ്യം സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഏകദേശം ധാരണ ഉണ്ടാവും അക്കാര്യത്തിൽ എന്നാണ് ഞാൻ, എന്നെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ 20, 21, 22, 23 വയസ്സുള്ള പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു MLA ആയ ഒരു വ്യക്തി കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വലിയ ഭവിഷ്യത്ത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുട്ടികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട MLA ആയിരുന്ന അന്നത്തെ ഷാഫി പറമ്പിൽ MLAയോട് പറഞ്ഞത്, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ഒരുപാട് പെൺകുട്ടികൾക്ക് വന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെങ്കിൽ നല്ല കഴിവുള്ള മികച്ച ആളുകൾ യൂത്ത് കോൺഗ്രസ്സിൽ ഉള്ളപ്പോഴാണ് ശ്രീ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ അനിഷേധ്യനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പഠനം പോലും ഏത് രാഷ്ട്രീയക്കാർക്കും സ്വീകരിക്കാവുന്ന ഒന്നാണ്. അദ്ദേഹം പോലും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് JS അഖിലായിരുന്നു. അത് മാറിയിട്ട് ഇവിടെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നത് എന്ന് ശ്രീ ഷാഫി പറമ്പിൽ നൽകേണ്ട ഉത്തരമാണ്. ആ ഉത്തരത്തിൽ അദ്ദേഹത്തെ വെക്കുമ്പോൾ പോലും ഞാൻ അദ്ദേഹത്തിന് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നും ബാക്കിയുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും അനുഭവം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ദില്ലിയിൽ കർഷക സമരം നടക്കുന്ന സമയത്തോ മറ്റോ ആണ് അല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കളോട് ഒരു മെസ്സേജ് അയക്കുന്നത്? എന്തായിരുന്നു ആ മെസ്സേജിൽ പറഞ്ഞിരുന്നത് പറയാൻ പറ്റുമെങ്കിൽ മാത്രം. അതെ അതെ മെസ്സേജ് പറഞ്ഞത്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് കർഷക സമരത്തിൽ പങ്കെടുത്തിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ റിജി റഷീദാണ്. അവരും ഞാനും അവളും യാത്ര അവിടെ പോയി തിരിച്ചു വന്നപ്പോഴാണ് നിങ്ങൾ അവിടെ പോയല്ലേ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും അവിടെ പോവാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അവിടെ പോവാം, കർഷക സമരമൊക്കെ കർഷകർ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എൻ്റെ കൂടെ വരാനുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനായ മറുപടി നൽകി, അത് അവിടെ അവസാനിപ്പിച്ച ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അങ്ങനെ അത്തരത്തിൽ എല്ലാ സ്ത്രീകളോടും, ഞാനൊരു വിവാഹിതയാണ്, ഒരു മകളുടെ അമ്മയാണ് എന്നൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളെയും എങ്ങനെ ട്യൂൺ ചെയ്യാം എന്നുള്ള വ്യക്തമായ ധാരണ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് എന്നുള്ളത് വളരെ ഷാഫി പറമ്പിലെടുത്ത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം ഷഹനാസ്? ഈ കാര്യങ്ങൾ അടക്കം ബോധ്യപ്പെടുത്തിയല്ലോ ഷാഫി പറമ്പിലെ അധ്യക്ഷനാക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിൽ കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു ഷാഫിയുടെ പ്രതികരണം? തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ അങ്ങനെ കൃത്യമായ മറുപടി ഒന്നും എനിക്കതിൽ തന്നില്ല. പക്ഷേ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് ഞാനൊരു മെസ്സേജ് ഇട്ടപ്പോൾ അതിനൊരു സങ്കട സ്മൈലി എനിക്ക് കിട്ടും. പക്ഷേ അത് പറഞ്ഞില്ല എന്ന് ഷാഫി പറമ്പിൽ ഇപ്പോഴും പറയുമ്പോൾ അത് ഒരുപാട് സ്ത്രീകളുടെ മാനത്തിനും കൂടി ഉത്തരം പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം കൂടി കണ്ടപ്പോൾ ഞാനൊരു സ്ത്രീ എന്ന രീതിയിൽ, ഞാൻ ഒരുപാട് സ്ത്രീപക്ഷ രചനകൾ എഴുതുന്ന ആളാണ്, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ 2 കേസുകളാണ് നമ്മുടെ മുന്നിൽ എവിഡൻസോട് കൂടി പോലീസിന് മുന്നിലുള്ളത്. ഇതിലധികം പെൺകുട്ടികളുമായി ഇയാൾ ഈ മോശം പെരുമാറ്റം നടത്തിയിട്ടുണ്ട് എന്ന് ഷഹനാസിന് നേരിട്ടറിവുണ്ടോ, മറ്റൊരാൾ പറഞ്ഞു കേട്ടറിവല്ലാതെ? ഉറപ്പായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരെയും ഒരു തരത്തിൽ ഷാഫി പറമ്പിൽ സമീപിച്ചിട്ടുണ്ട്. എത്രത്തോളം ആളുകൾക്ക് ഇവനെ മനസ്സിലാക്കാൻ സാധിക്കാതെ ആ ബന്ധത്തിൽ എത്തിയിട്ട് സ്വന്തം ജീവിതം നശിച്ച് ട്രോമയിലായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും കൃത്യമായ അറിവില്ല. ചില അറിവുകളുണ്ട്, അത് ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രതികരണം നടത്തുന്നത്. എന്നെ സംബന്ധിച്ച് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എനിക്കൊരു വിഷയമേ അല്ല. കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കുറെ പേരെ എനിക്ക് നേരിട്ട് അറിയാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു ഷഹനാസ് തുടരുക. നമുക്കിപ്പം ജെയ്ക്ക് കൂടി ഇപ്പോൾ ചേർന്നിട്ടുണ്ട്, CPM പ്രതിനിധി ജെയ്ക് സി തോമസ്. 2ാമത്തെ കേസും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ടിരിക്കുന്നു.
രണ്ടാമത്തെ കേസിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം അവർ വിവാഹിതയൊന്നുമല്ല, അത്തരത്തിലുള്ളൊരു പ്രതിരോധം സ്വീകരിക്കാൻ കഴിയില്ല. അവരെ പീഡിപ്പിച്ച ഹോം സ്റ്റേയുടേതടക്കമുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തേതും കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ അങ്ങേ ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് നടത്തിയ പ്രതികരണം കേൾപ്പിക്കാം. തെളിവുകളും പരാതികളും ഉള്ള ഏതൊരാളിനെതിരെയും പാർട്ടി നടപടിയെടുക്കാറുണ്ട്. അങ്ങനെ വ്യക്തമായ പരാതിയോ തെളിവുകളോ ഇല്ലാത്തതുകൊണ്ടാവാം നിങ്ങൾ പരാമർശിക്കപ്പെട്ടയാൾ ഇപ്പോഴും പുറത്തു നിൽക്കും. അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടികളൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ലോകം മുഴുവൻ കാണുന്ന രീതിയിലുള്ള പ്രത്യക്ഷമായ തെളിവുകളുണ്ട്, മൊഴികളുണ്ട്. വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം ലൈംഗിക കുറ്റവാളിയാണ്. രണ്ട് സ്ഥിതിഗതികളിലുള്ളതാണ്, രണ്ട് പശ്ചാത്തലമാണ്. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇത് പാർട്ടി നിലപാടാണോ ശ്രീ ജെയ്സി തോമസ്? ഒന്ന് അതിതീവ്രമായ പീഡനവും മറ്റൊന്ന് തീവ്രത അല്പം കുറഞ്ഞ പീഡനവും. ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ സാംസ്കാരിക സംഘടനയുടെ മുഖമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഷഹനാസ് തൊട്ടു മുമ്പ് വരെ നമ്മളോട് ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ ചർച്ചയുടെ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം ഈ ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള ഈ സെക്ഷൽ ഫോർവേഡ് ഗ്യാങ്ങിൻ്റെ ലീഡർ, അദ്ദേഹത്തിൽ നിന്ന് റൊമാറ്റിക് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് മാറേണ്ട വന്ന മറ്റു പെൺകുട്ടികൾ, മറ്റ് സ്ത്രീകളെ തനിക്കറിയാം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അവർ നമ്മളുമായി പങ്കുവെച്ച ഞെട്ടലുളവാക്കുന്ന ഒരു വിവരം. അത് അവരുടെ മാത്രം ഒരു പ്രതികരണമല്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഷഹനാസ് മുതൽ ഷാനിമോൾ ഉസ്മാൻ വരെ, ഇവർ മുതൽ ഹണി ഭാസ്കർ വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ VM സുധീരൻ മുതൽ ആദരണീയനായ കോൺഗ്രസിൻ്റെ CWC മെമ്പർ ശ്രീ രമേശ് ചെന്നിത്തല വരെയുള്ള ആളുകൾ, ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ LOP എന്ന് വിളിക്കപ്പെടുന്ന നമ്മളുടെ ബഹുമാന്യനായ ശ്രീ VD സതീശൻ വരെയുള്ള ആളുകൾ, ഇവരുടെ ആകെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രതികരണം നിങ്ങൾ പരിശോധിച്ച് നോക്കാം. ഡോക്ടർ ആശ, അവരുടെ ജീവിത പങ്കാളിയാണ് AICCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ. ഇവർക്കാകെ ഈ കാര്യത്തിലുള്ള അഭിപ്രായത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കാം. അൺയൂഷ്വൽ ആൻഡ് അൺപ്രസിഡന്റഡ്, ചരിത്രത്തിൽ സമീകരണങ്ങളോ ഉദാഹരണങ്ങളോ ഇല്ലാത്തത്ര ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ പെർവേർട്ടിൻ്റെ അനവധി കഥകളാണ് നമ്മളുടെ എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനെ സംബന്ധിച്ചായിരിക്കാം അവർ പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു അതിക്രമം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അവർ ഏത് വിഭാഗത്തിലും ആരോടൊപ്പമായാലും നിരുപാധികമായി അവരോടൊപ്പം നിലയുറപ്പിക്കുക എന്നുള്ളതാണ് മാനവിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നമ്മളെല്ലാവരും വിശാലമായ അർത്ഥത്തിൽ സ്വീകരിക്കുന്ന ഒരു സമീപനം. ഒന്നിലേതെങ്കിലും ഒരു കുറവ് മറ്റേതിലേതെങ്കിലും ഒരു കൂടുതൽ എന്ന നിലയിലെയല്ല ഇത്തരം കാര്യങ്ങളെ അപകരിക്കാൻ പാർട്ടി ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ആവശ്യപ്പെടുകയും നിയമ നടപടി ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണങ്ങളുമായി ഇത്തരം നേതാക്കൾ വരുന്നത് പാർട്ടിയുടെ പ്രതിരോധത്തെ തന്നെ ദുർബലപ്പെടുത്തില്ലേ ജയ്ക്ക്? ഞാൻ പറഞ്ഞല്ലോ, അക്കാര്യത്തിൽ എൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഏത് സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ചോദ്യത്തിന് മറുപടിയായി അവർ പറഞ്ഞതാണെന്ന് അവരോട് ചോദിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഈ കാര്യത്തിനകത്ത് സുചിന്തിതമായ നിലപാട് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വം, അതിൻ്റെ പ്രത്യേക ചുമതല അതിനുവേണ്ടി വഹിക്കുന്ന ആളുകൾ, യൂണിയൻ മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള വകുപ്പ് മന്ത്രിമാർ, എത്രയോ നേതൃത്വത്തിൻ്റെ ഭാഗമായി സ്പോക്സ് പേഴ്സണായിട്ട് നിൽക്കുന്ന എത്രയോ ആളുകൾ 1000 തവണ ഇതിനോടകം പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എവിടുന്നെങ്കിലും കേട്ട ഒരു അറ്റവും മുറിയും വെച്ചിട്ട് ഈ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടിനകത്ത് ശക്തി ചോർന്നില്ലേ, അതിനെ ദുർബലപ്പെടുത്തിയില്ലേ, ഇതാണോ നിങ്ങളുടെ നിലപാട്? വലിയ പ്രസക്തിയുണ്ട്. പത്തനംതിട്ടയിൽ ജില്ലാ സെക്രട്ടറി ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞതാണ്. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ തീവ്ര പീഡനത്തെക്കുറിച്ചും അത് അല്പം കൂടി കുറഞ്ഞ പീഡനമാകാം എന്നുള്ളതും. അതാരാണെങ്കിലും ആവട്ടെ, മുകേഷിൻ്റെ കാര്യത്തിലും സമാനതകളില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ തീവ്രത എന്ന വാക്കൊക്കെ പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വന്നാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസും ചുമത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പാർട്ടി തീരുമാനമെടുത്തില്ല. അതിന് പാർട്ടി പറയുന്നൊരു ന്യായീകരണമുണ്ട്. ആ ന്യായീകരണം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത നിലപാടെടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഈ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റിയത് 24 മണിക്കൂറിനുള്ളിലല്ലേ? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാതൃക കാട്ടിയില്ലേ? പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തി നിയമസഭയിൽ പ്രത്യേക സ്ഥാനം ഒരുക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഇങ്ങനെ സമാനതകൾ CPMൽ ഒരേ കേസ് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. വീണ്ടും കട്ടായി ജയ്ക്ക് കേൾക്കാമെങ്കിൽ
തീർച്ചയായിട്ടും ഈ പ്രതിരോധം ഇപ്പോഴല്ല ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് ഈ പ്രശ്നം ആരംഭിച്ച വിവിധ ഘട്ടങ്ങളിൽ വിവിധ ചോദ്യങ്ങൾ ഉയർന്നു വന്ന പ്രതിരോധത്തിലായി കോൺഗ്രസ് നേതൃത്വമാകാൻ നിൽക്കുന്ന സമയത്താകെ ഇവർ തിരികെ ചോദിച്ചത് ഇങ്ങനെയാണ്. ഞാൻ സത്യസന്ധമായി അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങേ അല്ലെങ്കിൽ ഈ കാര്യത്തിനകത്ത് ന്യൂനപക്ഷത്തിൽ വരുന്ന ആളുകൾ മാത്രമാണ് ഈ പിന്തുണയ്ക്കുന്ന സമീപനം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഇത്തരം ഒരു കേസിന് നമ്മളുടെ മുമ്പിൽ എന്തെങ്കിലും തരത്തിലൊരു ഉദാഹരണങ്ങളുണ്ടോ? ഞാൻ ആവർത്തിക്കുന്നു വീണ്ടും അതിലേക്ക്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള മനോരമയുടെ വാർത്താ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് ദ വീക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുടെ പ്രത്യേകത എന്താണ്? ദ കംപ്ലൈനൻസ് ഇൻക്ലൂഡഡ് ദ ഡോട്ടർ ഓഫ് എ ഫോമർ കോൺഗ്രസ് MP. അതായത് കേരളത്തിലെ മുൻ പാർലമെന്റ് മെമ്പറായിരുന്ന ഒരു കോൺഗ്രസ് കുടുംബം AICCയുടെ മുമ്പിൽ തൊഴുകൈകളോടുകൂടെ കണ്ണീരണിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൽ നിന്ന് നേരിടേണ്ട വന്ന ക്രൂരമായ അനുഭവങ്ങൾ വിശദീകരിച്ചു. അതെനിക്കറിയാം, എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കറിയാം, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്ന റാങ്ക് ആൻഡ് ഫയൽ എല്ലാ നേതാക്കന്മാർക്കും അറിയാം ഏതാണ് ആ കോൺഗ്രസ് MP എന്നും ആരാണ് ആ പെൺകുട്ടി എന്നും. പത്തനംതിട്ട ജില്ലയിലെ തന്നെ സമുന്നത കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തിന് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായ അനുഭവം എന്തായിരുന്നു? കേരളത്തിൽ ബാർക്ക് റേറ്റിംഗിൽ 1ഉം 2ഉം സ്ഥാനമൊക്കെ അവകാശപ്പെടുന്ന ചാനലിലെ മാധ്യമ പ്രവർത്തകയ്ക്ക് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായ അനുഭവം എന്തായിരുന്നു? വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകയ്ക്ക് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായ അനുഭവം എന്തായിരുന്നു? ഇപ്പോൾ സൂചിപ്പിച്ച നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ നേതൃപദവി അലങ്കരിക്കുന്ന ശ്രീ ഷഹനാസ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞ അഭിപ്രായം എന്തായിരുന്നു? ഇതേപോലെ തന്നെ പ്രവാസി എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമായിരുന്ന ശ്രീ ഹണി ഭാസ്കർ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞ അഭിപ്രായം എന്തായിരുന്നു? നമ്മളുടെ നാട്ടിൽ ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നത നിലവാരം അലങ്കരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന റിട്ടയർ ചെയ്യാൻ അധികകാലമില്ലാത്ത ഒരു വനിതാ IAS ഉദ്യോഗസ്ഥയ്ക്ക് ഇദ്ദേഹത്തിൽ നിന്ന് നേരിടേണ്ട വന്ന അനുഭവം എന്തായിരുന്നു? CWC അംഗമെന്ന കോൺഗ്രസിന്റെ ഏറ്റവും പരമോന്നത സമിതിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല വന്ന പരാതികൾ എല്ലാം തന്നെ കാര്യമായ സംഭവവികാസങ്ങൾ സംഭവിച്ചതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി എടുത്തത് എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘടനാ നടപടിയോടൊപ്പം ഇദ്ദേഹത്തെ ഒരു മനുഷ്യനായി കൂടെ കൂട്ടി നമ്മളുടെ ഏത് സാംസ്കാരിക സാമൂഹിക ഇടങ്ങളിലും പൊതു ഇടങ്ങളിലും ഇദ്ദേഹത്തെ രണ്ടാളുകൾ ചേർന്ന് നിർത്തി ഇദ്ദേഹത്തെ നിർത്തണമെങ്കിൽ സംഘടനാ നടപടി മാത്രം പോരാ. അതിഗുരുതരമായ മെഡിക്കൽ ചികിത്സ അർഹിക്കുന്ന അനിതരസാധാരണമാം വിധം വൈദ്യശാസ്ത്ര സംബന്ധമായ ചികിത്സ അർഹിക്കുന്ന ഒരു പ്രധാനിയാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന് വേണ്ടതായിട്ടുള്ള ഈ മുൻ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പാലക്കാട് MLA. അദ്ദേഹത്തോട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് സത്യസന്ധമായ സ്നേഹമുണ്ടെങ്കിൽ സംഘടനാ നടപടിക്ക് ഒരു ദിവസമെങ്കിലും മുമ്പേ വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും ഉന്നതമായ ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കണം. സ്ത്രീ എന്ന രൂപത്തിൽ കാണുന്ന ഏത് മനുഷ്യനോടും ലൈംഗിക ദുരുപയോഗത്തിന്റെയും ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ പെർവേഷനും ഇറക്കി വെക്കാൻ കഴിയുന്ന ഇടങ്ങളാണ് ഓരോ സ്ത്രീയുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ചിന്താഗതിയുള്ള ഇദ്ദേഹത്തെ ഉടനടി വൈദ്യശാസ്ത്ര പരിശോധനയ്ക്കും വൈദ്യശാസ്ത്ര ചികിത്സയ്ക്കും വിധേയമാക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തെ മനുഷ്യൻ ഒത്തുചേരുന്ന ഒരു സ്ഥലത്ത് തിരികെ കൊണ്ട് നിർത്തണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു സംഘടനാ നടപടി ഞാൻ വാശി പിടിക്കുന്നില്ല കേട്ടോ, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമല്ലേ. പക്ഷെ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കാം, അന്തസ്സുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി UDFന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ഇദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടി വോട്ട് ചോദിക്കാൻ കഴിയുമോ? ഇനി പാലക്കാട് MLA കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിലും പര്യടനത്തിന് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അദ്ദേഹം കേരളത്തിലെ 972 ഗ്രാമപഞ്ചായത്തിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 86 നഗരസഭകളിലും 6 കോർപ്പറേഷനുകളിലും കോൺഗ്രസിന്റെ വോട്ട് ബേസിനെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയില്ലേ? കാരണം എന്താണ്? നമ്മൾ കരുതുന്ന ഈ സുപ്രധാന പദവി അലങ്കരിക്കുന്നു എന്ന് നമ്മൾക്കറിയുന്ന ഈ നേതാക്കന്മാരൊക്കെ ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടും സ്റ്റിൽ ഹി ഈസ് ദർ. അദ്ദേഹം ഇപ്പോഴും ആ പദവിയിൽ കോൺഗ്രസിന്റെ സമുന്നത കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന. അങ്ങൊന്ന് ആലോചിച്ച് നോക്കുക, ബലാത്സംഗത്തിന് ഇരയാക്കാൻ പെൺകുട്ടിയെ കാർ ഓടിച്ചുകൊണ്ട് കൊണ്ടു നടന്ന ഈ പെർവർട്ടിന്റെ ഡ്രൈവർക്ക് സീറ്റ്, അതിന് സഹായം ചെയ്ത മറ്റാളുകൾക്ക് നഗരസഭയിലും പഞ്ചായത്തിലും സീറ്റ്, ഈ പെർവർട്ടിനെ ന്യായീകരിക്കാൻ നിയമസഭയിലേക്ക് എത്തിച്ച മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിന് തിരുവനന്തപുരം കോർപ്പറേഷൻ സീറ്റ്. എന്തൊരു വിരോധാഭാസമാണ്! കോൺഗ്രസ് എന്താണ് കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? ബലാത്സംഗ കേസിലെ സർവൈവറെ കൊണ്ടു നടന്ന ഡ്രൈവർക്ക് സീറ്റ് കൊടുക്കുന്നു, ബലാത്സംഗ കേസിലെ പ്രതിയായ ആളെ നിയമസഭയിൽ എത്തിക്കാൻ വണ്ടി ഓടിക്കുകയും കൂടെ പോവുകയും ചെയ്യുന്ന മറ്റു കോൺഗ്രസ് നേതാവിന് കോർപ്പറേഷൻ സീറ്റ് കൊടുക്കുന്നു, ബലാത്സംഗ കേസിലെ പ്രതിയെ ന്യായീകരിക്കാൻ വന്ന മറ്റൊരു നേതാവിനെ മാലയിട്ട് കോൺഗ്രസ് സ്വീകരിച്ചിട്ട് അവരെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ അനുഭവങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് വഴി വെളിപ്പെടുത്തുന്നത് എന്താണ്? ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ട് ഗ്യാങ്ങിന്റെ കീഴിലാണ് അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിനെ. അവരുടെ കീഴിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ്.
അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയധികം ആളുകൾ നടപടിക്ക് വിധേയമാക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ശക്തമായ പ്രസ്താവന നടത്തിയിട്ടും എന്തേ ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കാൻ കോൺഗ്രസിന് മടി? ഇതൊരു കോൺഗ്രസ് പ്രശ്നം മാത്രമാണോ? കേരളത്തിലെ പൊതുസമൂഹം അനുവദിക്കുന്ന നിതാന്ത വെല്ലുവിളിയുടെയും നിത്യശത്രുതയുടെയും ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടില്ലേ? ഇദ്ദേഹം ഒരു പബ്ലിക് നോയ്സൻസ് അല്ലേ? അദ്ദേഹത്തെ റദ്ദു ചെയ്യേണ്ടത് മനുഷ്യരായ മുഴുവൻ ആളുകളുടെയും, കോൺഗ്രസ് ഇടതുപക്ഷ ഭേദമില്ലാത്ത മുഴുവൻ മനുഷ്യരുടെയും ആവശ്യമല്ലേ? അതിന്റെ മുമ്പിൽ എന്താണ് യുവർ സൈലൻസ് ഈസ് എ കൾപ്പബിൾ സൈലൻസ് എന്ന് പാസ്റ്റർ ഗ്രഹാം ബെല്ല് പണ്ട് അമേരിക്കയിൽ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ട്. അതിന് സമാനമാണ് ഈ നിശബ്ദത എന്ന് പറയുന്നത്. ഈ സെക്ഷൽ പെർവെർട്ടിന് കണ്ടെടുക്കുന്ന പിന്തുണയാണ്. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്, പി കെ ശശി ഇപ്പോഴും KTDCയുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് തുടരുന്നുണ്ട്. മുകേഷും തുടരുന്നുണ്ട്. ഇതിനെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഇനി ഇതിനോട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഇതിനെയൊക്കെ സംബന്ധിച്ച് ഇതിനോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന അനുഭവങ്ങളാണോ നമുക്കുണ്ടായിരുന്നത്? അദ്ദേഹം CPIM-ന്റെ ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് പക്ഷേ കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള ഒരു വ്യത്യാസം ഞാൻ ഒന്നിന്റെയും ഇപ്പൊ വിശദാംശങ്ങളിലേക്ക് പോവുകയില്ല. അതും ഇതിനെയും സമീകരിക്കുന്നത് ഈ സെക്ഷൽ പവർ ഗ്യാങ്ങിന്റെ കേരളത്തിലെ തലവനെ രക്ഷപ്പെടുത്താനുള്ള മൂന്നാംകട ശ്രമങ്ങളുടെ രാഷ്ട്രീയ ന്യായീകരണമാണ്. ഞാനിത് ചോദിച്ചതിന്റെ കാര്യം ആ കേസുമായി ബന്ധപ്പെട്ടാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്നതുകൊണ്ട് മാത്രമാണ്. താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുമ്പോഴും അയാളെ ഒരു തരി പോലും നമ്മൾ പിന്തുണയ്ക്കാതിരിക്കുമ്പോഴും രാഷ്ട്രീയത്തിന് സംസാരിക്കുകയാണെങ്കിൽ ഞാനൊന്നും ഇവിടെ സംസാരിക്കില്ല. കറക്റ്റ്, അതാണ്. അപ്പൊ നോക്കൂ, ഇപ്പൊ ഷഹനാസ് മുന്നിൽ വന്ന് പറയുകയാണ്, പാർട്ടിയുടെ ഒപ്പം സഞ്ചരിച്ച ഷഹനാസ് പറയുന്നു സംസാരിക്കും ഇങ്ങനെ. കറക്റ്റ്. ഇപ്പോഴും ആ പെൺകുട്ടിക്കെതിരെ പി കെ ശശിക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെ പറയുന്ന ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു അതിനുശേഷം ഏതെങ്കിലും ഒരു പരിപാടിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചിട്ടില്ല. ഇന്നും എതിർത്ത് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും മുകേഷ് നിങ്ങളുടെ MLA ആണ്. ശശി ആരാണ്? ഇതൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട്. ഓക്കെ, ശരി. ഞാൻ ശ്രീ ആന്റണി സാറിലേക്ക് വരാം. എനിക്കറിയാം ഞാൻ വളരെ വൈകിട്ടുണ്ട് അങ്ങയിലേക്ക് എത്താൻ എന്നുള്ളത്. പക്ഷേ നമ്മുടെ ശ്രീകുമാർ സാറിന് അല്പസമയം മാത്രമേ ഉള്ളൂ, നമുക്കിപ്പോൾ 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ജയ്ക്ക് പറഞ്ഞതിനൊരു രാഷ്ട്രീയ മറുപടി എനിക്ക് ശ്രീകുമാർ സാറിൽ നിന്ന് എടുക്കണം. ശ്രീകുമാർ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു വരികയാണ്. ഇനിയും നിലപാട് കോൺഗ്രസ് എടുത്തില്ലെങ്കിൽ, അതായത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ, ഈ ജയ്ക്ക് പറയുന്നത് പോലെ ഈ മണ്ഡലങ്ങളിലെല്ലാം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒക്കെ വോട്ട് പ്രതിസന്ധിയിലാവില്ലേ? രണ്ടാമത്തെ കേസ് എടുത്തിരിക്കുന്നു. ശ്രീകുമാർ, എത്രയും വേഗം ഈ രാഷ്ട്രീയ മാലിന്യത്തെ പുറത്താക്കുകയല്ലേ വേണ്ടത്? നോക്കൂ ഡോക്ടർ അരുൺ, ഞാൻ 2-3 കാര്യം പെട്ടെന്ന് പറയാം. അതായത് കോൺഗ്രസിലെ സ്ത്രീകൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഷഹനാസ് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയുന്നില്ല. ജയ്ക്കിനോട് താങ്കളുടെ ചോദ്യം ചോദിച്ചതിന് ജയ്ക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ല നമ്മുടെ അതിതീവ്ര നിലപാടിനെ കുറിച്ച്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ രാജ്യക്കാര്യത്തിൽ നിന്ന് വാശി പിടിക്കുന്നില്ലെന്ന് പറഞ്ഞു. വാശി പിടിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ CPM-ന്റെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന 2 CPM നേതാക്കളുണ്ട്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാത്തൊരു പാർട്ടിയാണ് ഇവർ. പിന്നെ ഒരു സംഭവം കൂടി ഞാൻ അവിടെ പറയാം, അത് എല്ലാവർക്കും അതിൽ നിന്നെല്ലാം വ്യക്തമാകും. അതായത് ഇന്നലെ KPCCക്ക് ഒരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി നേരിട്ട് DGPക്ക് അയച്ചു. DGPയുടെ ആ അന്വേഷണത്തിൻ്റെ ഫലമായി ഇന്ന് 2ാമത്തെ കേസെടുത്തു. ഇതുപോലെ കുറച്ചു കാലം മുമ്പ് പാലക്കാട്ടെ DYFIയുടെ പ്രവർത്തക ഒരു CPM നേതാവിനെതിരെ, നിങ്ങൾ പരാമർശിക്കപ്പെട്ട ഒരു നേതാവ്, ഞാൻ പേരൊന്നും ഞാൻ പറയാറില്ല, ഒരു CPM നേതാവിനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാ കാരാട്ടിനും അന്നത്തെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഒരു പരാതി അയച്ചു. യെച്ചൂരി ആ പരാതി തിരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു. സംസ്ഥാന കമ്മിറ്റിയുടെ പത്രലേഖകർ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് ചോദിച്ചു ആ പരാതി എന്തായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ പരാതി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ പോലീസിന് കൊടുത്തുകൂടെ? അപ്പോൾ കോടിയേരിയുടെ മറുപടി ഇതാണ്, പോലീസിന് കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് തരേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾക്ക് പാർട്ടിക്ക് ഒരു രീതിയുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ രീതി എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം 2 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു, PK ശ്രീമതിയും അതുപോലെ തന്നെ മന്ത്രി ബാലനും. എന്നിട്ട് അവർ അന്വേഷണ കമ്മീഷനെ വെച്ച് ആ അന്വേഷണ കമ്മീഷൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ കേരളത്തിലെ കുപ്രസിദ്ധമായ 2 വരി കിട്ടിയത്, അതിതീവ്ര നിലപാടെന്നുള്ളത്. അതിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ അതിതീവ്ര നിലപാടാണ് ഇന്നത്തെ മഹിളാ അസോസിയേഷൻ നേതാവും പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ നിൽക്കല്ലേ, പാർട്ടിയിൽ നിൽക്കുകയല്ലേ, അയ്യൊരൊറ്റ കാര്യം മതി. പക്ഷേ KPCC എന്ത് ചെയ്തു? പരാതി DGPക്ക് കൊടുത്തു. CPM എന്ത് ചെയ്തു? പരാതി പാർട്ടി കമ്മീഷൻ അന്വേഷിച്ചു, പാർട്ടി കോടതി തീരുമാനിച്ചു, ഈ പാർട്ടി പോലീസ് അതിലെ പഴയ BB ചെറിയാൻ പറഞ്ഞ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. CPM രമേശ് ചെന്നിത്തല പറഞ്ഞത് ഒട്ടേറെ പരാതികൾ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഈ പെൺകുട്ടിയുടെ പരാതി വരുന്നതിന് മുൻപ്
ആ പരാതികളിൽ KPCC എന്ത് നിലപാടെടുത്തു? കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു? ശരിയാണ്. പ്രതിപക്ഷ നേതാവിന് കിട്ടിയ പരാതികളിൽ എന്ത് നിലപാടെടുത്തു? ഷഹനാസ് പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ എന്ത് നിലപാടെടുത്തു? അല്ലല്ല, ഷാഫി പറമ്പിലിനെ കുറിച്ച് ഷഹനാസ് പറഞ്ഞത് വേറെ രീതിയിലാണല്ലോ. അത് ഷഹനാസിന്റെ ഒരു ആത്മാർത്ഥതയുടെ പേരിൽ അദ്ദേഹം അവരൊരു നിർദ്ദേശം കൊടുത്താണ്. പരാതി കിട്ടിയെന്നാൽ അതല്ല, ഇതിപ്പോൾ 2 ദിവസമായിട്ട് കേൾക്കുന്നതാണ്. ഒരുപാട് പരാതി കിട്ടിയത് രമേശ്. എന്നാൽ ഒരുപാട് പരാതി കിട്ടും. ഈ പരാതികൾക്കെല്ലാം ഒരേ സ്വഭാവമല്ല. അത് വേറെ കുറെ പരാതികളുണ്ട്. അതിലെ ഗൗരവമായ പരാതിയെ തീവ്രത എന്ന വാക്കേയുള്ള പ്രശ്നം ഇപ്പോൾ അത് തന്നെയാണ്. പലതരത്തിലുള്ള പരാതി എന്നാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞ വെച്ചാൽ പലതരത്തിലുള്ള പരാതി എന്ന് വെച്ചാൽ പരാതി നമുക്കറിയില്ലല്ലോ അരുണേ. KPCC കിട്ടിയ പരാതി എന്താണെന്ന് നമുക്കറിയില്ല. ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട്. KPCC അല്ലല്ല, ആ പരാതി എന്താണെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും നമ്മുടെ ഒരു MP-യുടെ വീട്ടിൽ സംഭവിച്ചത് രമേശ് ചെന്നിത്തല പറഞ്ഞ പരാതി, ഈ KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയ്ക്ക് പോലും ഇത് ബോധ്യമുണ്ട്. പക്ഷെ ഇപ്പോഴും അയാൾ പാർട്ടി തുടരുകയാണ്, സസ്പെൻഷനിലാണെങ്കിലും. നോക്കൂ, അല്ല നിങ്ങൾ എന്താ ഡോക്ടർ അരുണി പറയുന്നത്? അദ്ദേഹം പാർട്ടിയിൽ ഇല്ല ഇപ്പം. സസ്പെൻഷനിൽ മാത്രമാണ് അയാൾ. അത് പറയട്ടെ, ഞാൻ പറഞ്ഞ കേൾക്കൂ. നോക്കൂ, ഡിസ്മിസ് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അദ്ദേഹം സസ്പെൻഷനിലാണെന്ന് വെച്ചാൽ അദ്ദേഹം പാർട്ടിയിലില്ല. MLA എന്ന പദവിയിൽ അദ്ദേഹം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പാർലമെന്ററി പാർട്ടിയിലില്ല. വിപ്പ് കൊടുക്കാൻ പറ്റില്ല. KPCCയുടെ യോഗങ്ങളിൽ പങ്കെടുക്കില്ല. ഇതൊക്കെ ഒരുപാട് വിശദീകരിച്ചാണ് ഞാൻ പറഞ്ഞത്. പരാതികൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരാതികളുടെ സ്വഭാവം എനിക്കറിയില്ല, പക്ഷേ KPCCക്ക് അറിയാം. അത് നിങ്ങൾ KPCC പ്രസിഡന്റ് ചോദിക്കാം. പക്ഷേ ഈ നിലപാട് ചർച്ച ഞാൻ പറയാൻ കാരണം നമുക്ക് ഞാൻ അങ്ങയോട് വളരെ ക്ഷമാപണത്തോടു കൂടി പറയട്ടെ ശ്രീ ആന്റണി സാർ, എനിക്ക് അങ്ങയിലേക്ക് വരാൻ സാധിച്ചില്ല. വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇടയ്ക്ക് വന്ന സാഹചര്യത്തിലാണ്. എങ്കിലും താങ്കൾ എങ്ങനെയാണ് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ കാണുന്നത്? 2 SIT-കൾ രൂപീകരിച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 3 സംഘങ്ങളുണ്ട് എന്നാണ്. കാര്യം ആദ്യം പരാതിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ രൂപപ്പെട്ട ഒരു അന്വേഷണ സംഘമുണ്ട്. അത് തേർഡ് പാർട്ടി പരാതികളാണ് പരിഗണിച്ചത്. രണ്ടാമത് കൃത്യമായ പരാതി വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുത്ത, പ്രതിപക്ഷ നേതാവിനോട് പരാതി കൊടുത്ത അതിജീവിതയുടെ വിഷയത്തിൽ SIT, അതാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ 3ാമത്തെ ഒരു കേസ് കൂടി വരുന്നു. 23 വയസ്സുള്ള മറ്റൊരു പെൺകുട്ടി, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് നേരിട്ട പീഡനം, അത് 3ാമത്തെ ഒരു SIT-ആണ് അന്വേഷിക്കാൻ പോകുന്നത്. ഈ അന്വേഷണങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഇത് ഇയാളുടെ സാധ്യത എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ശ്രീ ആന്റണി. ഡോക്ടർ അരുൺകുമാർ, അതായത് ആദ്യം ഈ 3 SIT മാറ്റി നിർത്തിക്കൊണ്ട് പരാതി കൊടുത്ത കേസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നലെ വരെ രാഹുൽ മാക്കൂട്ടത്തിൽ ഈ പരാതി വ്യാജമാണ്, അല്ലെങ്കിൽ അതിൽ തെളിവുകളില്ല, കൺസെൻറ്റോടുകൂടിയാണ് ബന്ധപ്പെട്ടത് എന്നുള്ള രീതിയിലുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പം മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിചാരണ വേളയിൽ അല്ലെങ്കിൽ വാദത്തിനിടയിലാണ് വീണ്ടും നാളേക്ക് മാറ്റിവെച്ചു ഏതോ പ്രധാനപ്പെട്ട തെളിവിൻ്റെ ആവശ്യം ചോദിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും അത് ഇന്നിപ്പോൾ മറ്റൊരു കേസുകൂടെ റിപ്പോർട്ടായി വരുന്ന സാഹചര്യത്തിൽ ഇത് ഇനിയും പെൺകുട്ടികൾ, പീഡനത്തിന് വിധേയമായ പെൺകുട്ടികൾ രംഗത്തേക്ക് വരും, കേസിനായി മുന്നോട്ട് വരും എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. എന്താണെങ്കിലും പോലീസ് ശക്തമായ നിലയ്ക്ക് ഇന്നലെ മേൽവിലാസം ഇല്ലാതെ നൽകിയ ഒരു പരാതിയെ 24 മണിക്കൂർ കൊണ്ട് കേരള പോലീസ് അത് ബാംഗ്ലൂരുള്ള പെൺകുട്ടിയെ കണ്ടെത്തി ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നാളെ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇതൊരു പ്രധാനപ്പെട്ട തെളിവായി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇയാൾ സ്ഥിരമായി ഇങ്ങനെയുള്ള ഇടപാടുകളിൽ ഇടപെടുന്ന ആളാണ് എന്നുള്ള നിലയിലുള്ള ഒരു തെളിവ് അവിടെ ഹാജരാക്കി മുൻകൂർ ജാമ്യ അപേക്ഷ ലഭിക്കാതിരിക്കാനുള്ള ഒരു കാരണമാകും എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, 2ാമത്തെ കേസ് കൂടി രജിസ്റ്റർ ചെയ്തൊരു SIT കൂടി രൂപീകരിച്ചിരിക്കുകയാണ്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുകൂടി പ്രതിരോധത്തിലാവുകയാണോ നിയമപരമായി? ഇത് ഈ അലിഗേഷൻസ് എല്ലാം തുടക്കം മുതലേ ഉണ്ടായിരുന്നല്ലോ. ദാറ്റ് വുഡ് ഹാവ് ബീൻ പോയിന്റഡ് ഔട്ട് ഓൾസോ. നേരത്തെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവണം പ്രോസിക്യൂഷൻ. അല്ലാതെ വരാനുള്ള സാഹചര്യങ്ങളില്ല. വന്ന സ്ഥിതിക്ക് അത് ക്രൈമായിട്ട് രജിസ്റ്റർ ചെയ്തു. സംബഡി എൽസ്, ഒരാളും കൂടി അതിന് വന്നു. ഇനിയും വേറെ കേസസൊക്കെ ഇതുപോലെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ വേറെയും കേസുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് കൺസിഡർ ചെയ്യാതിരിക്കില്ല. ഇതേപോലെയുള്ള കേസുകൾ, സമാനമായിട്ടുള്ള കേസുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇനി 2 കൺസിഡറേഷനാണ്. ഒന്ന്, ഇത്രയും ദിവസം അദ്ദേഹം മാറി നിന്നത് കൊണ്ടിട്ടാണോ ആ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് ധൈര്യം കിട്ടിയത് എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇത്രയും നാൾ ആൾ പുറത്തുണ്ടായിരുന്നപ്പോൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ധൈര്യം കിട്ടി,
അതുകൊണ്ടാണ് കംപ്ലൈൻറ്റ് വന്നത് എന്നുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സെനാറിയോ ആയിരിക്കും ഓൾ ടുഗെദർ. പക്ഷെ ഇതൊന്നും കാണാതെ കോടതി ഈ ചർച്ചകളോ അതുപോലെയുള്ള കാര്യങ്ങളോ കാണാതെ കോടതി ഒരു ജഡ്ജ്മെന്റിൽ എത്തണം എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഓക്കെ, ജഡ്ജിനെയും അത് സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കും എന്നതിന് ഉറപ്പാണ്. ജയ്ക്ക് ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലുള്ള മറുപടി കൂടി ജയ്ക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് ഉദാത്തമായ നിലപാടാണ് എടുത്തത്. ആവർത്തിച്ചു പറയുന്നുണ്ട് നേതാക്കൾ ഓരോരുത്തരായിട്ട്, മറ്റേതു പാർട്ടിക്ക് എടുക്കാൻ കഴിയും ഇങ്ങനെ ഒരു തീരുമാനം? പരാതി കിട്ടും മുൻപ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, പരാതി കിട്ടിക്കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ആ നിലപാട് DGPക്ക് കൊടുത്തു. ഇതാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്ന സമീകരണ തന്ത്രം. ജയ്ക്ക്, ആ സമീകരണ തന്ത്രം യുക്തിസഹമായി ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർക്കെങ്കിലും സ്വീകാര്യമുള്ളതാണോ? നമ്മുടെ മുമ്പിൽ എത്ര ഉദാഹരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആവർത്തിച്ചുള്ള മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല. ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ബഹുമാനീയനായ പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മാധ്യമമുഖമായി ദീർഘകാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നയാൾ ശ്രീകുമാർ, അതൊക്കെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്, ഞങ്ങൾക്കൊരു പരാതി കിട്ടിയപ്പോൾ ഞങ്ങൾ ആ സെക്കൻഡിൽ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നു, ഞങ്ങളെപ്പോലെ ഇക്കാര്യത്തിൽ പർവ്വത സമാനമായ ഒരു നിലപാടുള്ള മറ്റൊരു പാർട്ടി ഉണ്ടോ? ഇതൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. എനിക്കറിയില്ല, അദ്ദേഹം നിർബന്ധമായും കോൺഗ്രസിൻ്റെ ഒരു അനൗദ്യോഗിക മുഖപത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് മലയാള മനോരമയുടെ ദ വീക്ക് ഈ കേസിലെ പ്രതിയെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്താ ഇത് വീക്കിന്റെ അന്നത്തെ തലവാചകം? കംപ്ലൈനൻസ്, അതായത് പരാതിക്കാർ. കംപ്ലൈനൻസ് ഇൻക്ലൂഡ് എന്താണ്? ദ ഫോമർ ഡോട്ടർ ഓഫ് എ ഫോമർ കോൺഗ്രസ് MP അല്ലേ? എന്ത് പരാതി, എന്ത് ചെയ്തു AICC, എന്തു ചെയ്തു KPCC? കേരളത്തിൽ പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ കുടുംബം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് AICC ആസ്ഥാനത്തിന് മുമ്പിൽ തൊഴുകൈകളോടുകൂടെ നിന്നിട്ട് ആ പരാതി എടുത്ത് കീശയിൽ വെക്കുകയോ വലിച്ചു കീറി തൂരോട്ട് കളയുകയോ ചെയ്തതല്ലാതെ ഒരക്ഷരം മിണ്ടിയോ? അങ്ങേ സൂചിപ്പിക്കുന്ന പർവ്വത സമാനമായ നിലപാടെന്ന് കണ്ടില്ലല്ലോ. പിന്നെ ഈ പരാതി നവംബർ 28-ന് ഒരു പരാതി ഉണ്ടായിരുന്നില്ലേ? മെയിലിൽ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ. നവംബർ 28-ന് കിട്ടിയ പരാതി നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? എന്തായിരുന്നു അതിനോടുള്ള നിങ്ങളുടെ സമീപനം? അതിന്റെ തുടർച്ചയിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ കോൺഗ്രസിന്റെ ഇവരുടെ അടിമസംഘം തീറ്റിപ്പോറ്റുന്ന എന്തുപകാരം കിട്ടിയിട്ടാണെന്ന് നമുക്കറിയില്ല. ഈ അടിമസംഘം തീറ്റിപ്പോറ്റുന്ന ഒരു സൈബർ കൂലിപ്പടയാളികളുണ്ടല്ലോ, അവർ കെയ്ക്കച്ചനെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ നിദാനമായ മറ്റൊരു പരാതി ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു ബഹുമാനീയനായ കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ മാധ്യമ മുഖമായി പ്രവർത്തിച്ചിരുന്ന അങ്ങേക്ക് അതിനോടുള്ള നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ നേതൃപദവി അലങ്കരിച്ചിരുന്നയാളല്ലേ പറഞ്ഞത്? അവരോട് അപമര്യാദയായി പെരുമാറി. അവരോട് ചോദിച്ച ചോദ്യം, ഡൽഹിയിലേക്ക് കർഷക സമരത്തിന് ഈ ബലാത്സംഗ വീരനെയുമായിട്ട് കൂടെ പോകണമെന്ന് പറഞ്ഞു. എന്താ അങ്ങയുടെ അഭിപ്രായം? അതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതി കൂടെ DGPക്ക് നിങ്ങൾ കൈമാറാത്തത് എന്താണ്? അപ്പോൾ ഈ പരാതികളൊക്കെ ഉന്നയിച്ചത് ആരാണ്? ഇവരെല്ലാവരും അന്തസ്സുള്ള അടിയുറച്ച കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ആളുകളാണ്. റിനു ജോർജ്, ഷഹനാസ്, ഈ പറയുന്ന പത്തനംതിട്ടയിലെ കോൺഗ്രസ് കുടുംബം, കേരളത്തിലെ തന്നെ പാർലമെന്റ് മെമ്പറായിരുന്ന കോൺഗ്രസ് നേതാവിന്റെ കുടുംബം. എത്രയെത്ര പരാതികൾ! ആ പരാതികൾ ഏതെങ്കിലും ഒന്ന് പോലീസിന് കൈമാറിയിട്ടുണ്ടോ? എവിടെയും കൈമാറിയിട്ടില്ലല്ലോ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇനി അമ്പ് കൊള്ളാത്തവരായി ആരുമില്ല എന്ന് പറയുന്നത് പോലെ ഈ സെക്ഷൽ പെർവർട്ടിന്റെ അതിക്രമം ഏറ്റുവാങ്ങാത്ത ഒരാളും തങ്ങളുടെ പാർട്ടിയിൽ എന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന സമയത്ത് മാത്രം ഒടുവിൽ കിട്ടിയ ഒരു പരാതി കുറച്ച് ദിവസങ്ങൾ വൈകിപ്പിച്ചതിന് ശേഷം DGPക്ക് നിങ്ങളുടെ നിലപാട് ആരോടൊപ്പമാണ്? ഇപ്പൊ പ്രസിദ്ധമായ ചോദ്യമാണ് ഗോർക്കി ഉന്നയിച്ചത്. നിങ്ങൾ ആരോടൊപ്പം അല്ലെ? പ്രധാനപ്പെട്ടതാണ്. മനുഷ്യ ചരിത്ര വികാസ ഘട്ടങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും ഈ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ ആരോടൊപ്പം എന്നുള്ളത് ഈ കേസിൽ കോൺഗ്രസിന്റെ നേതൃപദവി അലങ്കരിക്കുന്നവരോട് ചോദിക്കാനുള്ള മലയാളിയുടെ ചോദ്യമല്ലേ ഈ കേസിൽ നിങ്ങൾ ആരോടൊപ്പം? നിങ്ങൾ ആരോടൊപ്പം എന്നതിന് മറുപടി പറയാതെ ഡിസ്മിസിലേക്ക് പോകുമെന്ന് അങ്ങ് പ്രത്യാശിക്കുകയാണ്. അങ്ങയുടെ പ്രത്യാശ ബൈബിൾ വാചകത്തെ കടമെടുത്താൽ അങ്ങയുടെ വിശ്വാസം അങ്ങയെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ അങ്ങയുടെ പ്രത്യാശ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് കഴിയൂ. പക്ഷെ നടപടികളിൽ ഡെലിവറി ചെയ്യുന്നതിൽ കേരളത്തിലെ കോൺഗ്രസ് ആരോടൊപ്പമാണ്? ഈ ബലാത്സംഗ കേസിലെ പ്രതിക്ക് പെൺകുട്ടികളെ കാറിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ നിന്നിരുന്ന അദ്ദേഹത്തിന്റെ സന്തത സഹചാരിക്ക് അടൂർ നഗരസഭയിൽ സീറ്റ്. ഈ ബലാത്സംഗ വീരനെ ന്യായീകരിക്കാൻ വന്ന വനിതാ നേതാവിന് ജില്ലാ പഞ്ചായത്ത് അംഗമായി കോൺഗ്രസിൽ മാലയിട്ട് സ്വീകരണം. ഈ ബലാത്സംഗ വീരനെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ കാർ ഓടിച്ച് നടന്നയാൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീറ്റ്. ഈ സീറ്റ് ഒക്കെ കൊടുക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണ്. നിങ്ങൾ പറയുന്നത് എന്ത്?
പ്രവൃത്തിയിൽ ഡെലിവർ ചെയ്യുന്നത് എന്താ? നിങ്ങൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവത്തിൽ പ്രവൃത്തിയിൽ വരുമ്പോൾ ബലാത്സംഗ വീരന് കാർ ഓടിക്കാൻ, സർവൈവേഴ്സിനെ കാറിൽ രക്ഷപ്പെടുത്താൻ സഹായിച്ചവന് സീറ്റ്, ന്യായീകരിച്ച വനിതാ നേതാവിന് ജില്ലാ പഞ്ചായത്തിൽ സീറ്റ്, ബലാത്സംഗ വീരനെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ കാർ ഓടിച്ചവന് കോർപ്പറേഷൻ സീറ്റ്, പ്രവൃത്തിയിൽ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം ഈ ബലാത്സംഗ വീരന്റെ സെക്ഷൽ പ്രവർത്തി ഗ്യാങ്ങിന് കീഴടങ്ങിയിരിക്കുന്നു കേരളത്തിലെ പോലീസിന് കോൺഗ്രസ്. 20 വർഷം ശിക്ഷിക്കപ്പെട്ട നേതാവിനും സീറ്റ് കൊടുത്തിട്ടുണ്ട് CPM. ആ കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ അപ്പീലിന്റെ ഭാഗമായിട്ട് ഉന്നത കോടതിയുടെ മുമ്പിലുണ്ടല്ലോ. അതിനെ സംബന്ധിച്ചുള്ള വിധി വരട്ടെ. എത്ര അനുഭവങ്ങൾ ഉണ്ടായി അങ്ങ് ഓർക്കുന്നില്ലേ? 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച, നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത എന്താണെന്ന് ആങ്കർക്ക് അറിയുമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൊലക്കേസിൽ കോടതി ശിക്ഷിച്ച്, കൊലക്കേസിൽ കോടതി കുറ്റക്കാരനായി കണ്ടെത്തി ജയിൽ ശിക്ഷ അനുഭവിച്ചയാൾ മുഖ്യമന്ത്രിക്കെതിരെ നിയമസഭയിൽ സ്ഥാനാർത്ഥിയാക്കി. അന്നൊന്നും ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. ഒരു ബോംബേർ കേസിൽ താൽക്കാലികമായി ഒരു കോടതി തെറ്റിദ്ധാരണയുടെ പുറപ്പെടുവിച്ച വിധി പ്രസ്താവവും അപ്പീൽ പരിഗണിക്കുന്നതിന്റെ ഘട്ടത്തിലുണ്ടായിട്ടുള്ള ഈ വിങ്ങൽ, ഈ വിഷമം, കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളെ നിയമസഭയിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ചപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ട് അവരാണ് വന്നിരുന്നിട്ട് ധാർമ്മികതയെ സംബന്ധിച്ചും ഞങ്ങൾ DGPക്ക് പരാതി കൈമാറി, ഞങ്ങളുടെ പർവ്വതസമാനമായ നിലപാടിൽ നിങ്ങളെല്ലാവരും കൈയടിക്കുമെന്ന് പറയുന്നത് അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് വേണം നിദാനമായി ഏറ്റവും ലളിതമായ ഭാഷയിൽ പറയാൻ. നിങ്ങൾ വളർത്തി, നിങ്ങൾ താലോലിച്ച, നിങ്ങൾ കൊണ്ടുവന്നതാണ് ഈ ക്രിമിനലൈസ് സെക്ഷൽ പെർവേർട്ട് ഗ്യാങ്ങിനെ. ശരി, ഷഹനാസൻ എന്തോ പറയാനുണ്ട്. ഷഹനാസ്, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. താങ്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോഴൊക്കെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്? ഞാനിത് ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം, താങ്കൾ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇന്ന് അറിയാതെയാണെങ്കിലും ഷാഫി പറമ്പിലിൻ്റെ നാവിൽ നിന്ന് ആ വാക്ക് വരികയും ചെയ്തു. ഞാനും കൂടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അധ്യക്ഷനാക്കാൻ. ഉമ്മൻചാണ്ടിയുടെ മനസ്സിൻ്റെ താല്പര്യം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നില്ല. അത് വ്യക്തമായിട്ട് അറിയാവുന്ന ആളായിരുന്നു ഷാഫി പറമ്പിൽ. അഖിലിനെ പിന്തുണയ്ക്കേണ്ടതിനു പകരം ഉമ്മൻചാണ്ടിയുടെ ഒപ്പം നടന്ന് ഷാഫി പറമ്പിൽ പിന്തുണച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ്. അപ്പോൾ അന്ന് എന്തായിരുന്നു ഷാഫിയുടെ ഒരു പ്രതികരണം, ഷഹനാസ്? ഞാൻ ആദ്യം അതിനുത്തരം ഞാൻ നൽകാം. അതായത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതികരണം എന്ന് പറയുന്നത് അവഗണനയായിരുന്നു, പുച്ഛമായിരുന്നു. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർത്തും അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുച്ഛം തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുതിയ ഇഷ്യൂസ് പരാതികളായിട്ട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടത്തിൻ്റെ ഒരു സ്മൈലി അദ്ദേഹം ഇടുകയുണ്ടായി ഈ പ്രശ്നത്തിൻ്റെ ഒരു ലാസ്റ്റ് സമയത്ത്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, JS അഖിലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ എത്രയോ കാലമായിട്ട് ഞങ്ങൾ ഒരു പെണ്ണെങ്കിലും അദ്ദേഹത്തിനെതിരെ പരാതി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കോൺഗ്രസ്സിലെ. പിന്നെ ജയ്ക്ക് പറഞ്ഞതിനോടൊക്കെ എനിക്ക് പ്രതികരിച്ചേ മതിയാവൂ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നല്ല, BJP എന്നല്ല, കോൺഗ്രസ് എന്ന് പറയുന്നതല്ല, എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. സ്ത്രീകൾ ഒരു മനുഷ്യനെ കുറിച്ച് പരാതി പറഞ്ഞാൽ, അത് മുകേഷ് ആവട്ടെ, PK ശശി ആവട്ടെ, രാഹുൽ മാങ്കൂട്ടം ആവട്ടെ, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായ ധാരണ ഓരോ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കുണ്ട്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ എന്നെ പോലെയൊക്കെ വന്ന് പ്രതികരിക്കാനുള്ള ഒരു സ്പേസ് എങ്കിലും ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെയുള്ള ഒരു ജനാധിപത്യം, ഞങ്ങളുടെ പാർട്ടിയിലുള്ള ജനാധിപത്യം അനുസരിച്ച് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞ് പ്രതികരിക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതുപോലും ഇല്ല. അത്രയ്ക്ക് ഗതികേടുള്ള സ്ത്രീകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. എല്ലാ പാർട്ടികളിലും സ്ത്രീകൾക്കെതിരെ ഷഹനാസ് പറഞ്ഞത് മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് വേണ്ടി വന്നില്ലേ? നിങ്ങൾ അങ്ങനെ പറയരുത്. ഏറ്റവും പെട്ടെന്ന് ശക്തമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. എനിക്ക് എംപിയുടെ മകളടക്കം നിരവധി ആളുകൾ, ഇപ്പോ 67 വയസ്സുള്ള ഏതോ ഒരു സിവിൽ സർവന്റ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ ഇത്രയും പരാതികൾ ഉണ്ടായിട്ടും അയാളെ പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിക്കുക, അയാളെ സെലിബ്രിറ്റി ആയിട്ട് കൊണ്ടുപോവുക. നോക്കൂ, ഈ സമയത്ത് പോലും അയാൾ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് പങ്കെടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസിനകത്ത് ഇപ്പോഴും അദ്ദേഹത്തെ പോലെയുള്ള വേട്ടപ്പട്ടികളെ അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞു വരുന്നത്. അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മാത്രമല്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എല്ലാ പാർട്ടിക്കകത്തുമുണ്ട്. അത് മാറണം.
സ്ത്രീകൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും മാന്യമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം അല്ല, ആ ആവശ്യം ന്യായമാണ്. ആ ആവശ്യത്തിനോട് ഒരു തരത്തിലും സാംസ്കാരിക കേരളത്തിന് തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന ഇവിടെ വ്യക്തി MLA ആയിട്ടുണ്ടാവില്ല. മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ MLA ആയിട്ടുണ്ടാവില്ല. എൽദോസ് കുന്നപ്പള്ളിയും ഉണ്ടാവില്ല, വിൻസെന്റും ഉണ്ടാവില്ല. രാഹുൽ മാങ്കൂട്ടം ഇന്നും പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് നേരെ ഈ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ്. എന്നാലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ VD സതീശൻ അടക്കമുള്ളവർ ഇങ്ങനെ ഒരു വ്യക്തമായ ധാരണയില്ലാതെ, പരാതിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിൽ MP-യുടെയും അണികൾക്ക് കൂടി ബോധ്യമാവണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അപമാനിക്കുന്നത് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പെണ്ണുങ്ങളെ മുഴുവൻ പീഡിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും അദ്ദേഹമാണ് ഈ പാർട്ടിയെ ഏറ്റവും മോശമായ അവസ്ഥയിൽ എത്തിച്ചത്. ഈ പാർട്ടി അദ്ദേഹത്തിന് നൽകാത്തതൊന്നുമില്ല. MLA ആക്കി, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കി. അദ്ദേഹം ആണായതിന്റെ പേരിലാണ്. ആണായതുകൊണ്ട് അദ്ദേഹം ആഘോഷിക്കപ്പെട്ടു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പ്രശ്നത്തിലായിട്ട് പോലും അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അത് ഇവിടെയുള്ള കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളുടെയും ഗതികേടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. താങ്ക് യു. ജയിക്ക് 30 സെക്കൻഡ്സ് മറുപടി. ഇല്ല, ഞാനിപ്പോൾ അവർ ഈ കാര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. ഞാൻ അതിന് നേരെ നിശ്ചിതമായ ഒരു അഭിപ്രായം, ഒരു മറുപടി പറയാനൊന്നും ഞാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നില്ല. അങ്ങ് വിശാലമായ അർത്ഥത്തിൽ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ, ഈ കാര്യത്തിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് നേരിടേണ്ട വരുന്ന അനുഭവങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ വിശാലമായ അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീകുമാർ, വലത്ത് നിരീക്ഷകൻ KM ആന്റണി, റിട്ടയർഡ് SP അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഒപ്പം പ്രതികരിച്ച MA ഷഹനാസ്, എഴുത്തുകാരി. താങ്ക് യു. Debate with Dr. Arun Kumar.